ഏവർക്കും നമസ്കാരം. ഈ വർഷത്തെ തൃക്കാർത്തിക ഡിസംബർ മാസം 4-ാം തീയതിയാണ്. ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയ്ക്കുന്ന എല്ലാ ആഗ്രഹപൂർത്തീകരണത്തിനും വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു ദിവസമാണ് തൃക്കാർത്തിക. വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രവും പൗർണമിയും ചേർന്നു വരുന്ന ദിവസമാണ് നമ്മൾ തൃക്കാർത്തികയായിട്ട് ആഘോഷിക്കുന്നത്. ദീപാവലി പോലെ തന്നെ തൃക്കാർത്തികയും ദീപങ്ങൾ കൊളുത്തി നമ്മൾ ആഘോഷിക്കുന്നു. പ്രകാശത്തിൻ്റെ ഉത്സവമാണിത്. ആദിപരാശക്തിയുടെയും ഭഗവാൻ മുരുകൻ്റെയും പ്രധാനപ്പെട്ട ദിവസമായിട്ടാണ് തൃക്കാർത്തിക കണക്കാക്കുന്നത്. ദേവീപൂജയ്ക്ക് ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ദുർഗ, ഭദ്രകാളി, മഹാലക്ഷ്മി, ഭുവനേശ്വരി, ഭഗവതി ക്ഷേത്രങ്ങളിലെല്ലാം ഈ ദിവസം വളരെ പ്രത്യേകതയുള്ളതാണ്. ശിവപാർവതി പൂജയ്ക്കും ഈ ദിവസം വളരെ പ്രാധാന്യമുണ്ട്. സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഭഗവതിയായ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഭൂമിയിലുണ്ടാകുന്ന ദിവസമാണ് തൃക്കാർത്തിക. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം അമ്മദേവിയെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അമ്മദേവി സർവ്വ ഐശ്വര്യം നൽകുന്നതാണ്. ഇന്നേ ദിവസം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വീടൊക്കെ വൃത്തിയും ശുദ്ധിയുമാക്കി ദീപങ്ങൾ തെളിയിക്കുക എന്നതാണ്. സന്ധ്യയ്ക്ക് എല്ലാ വീടുകളിലും കാർത്തിക ദീപം കൊളുത്തേണ്ടതാണ്. അതിലൂടെ നമ്മളുടെ ദുഃഖവും ദുരിതങ്ങളുമെല്ലാം മാറി അമ്മദേവി സർവ്വ ഐശ്വര്യം നൽകുന്നതാണ്. ദേവീക്ഷേത്രങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ് തൃക്കാർത്തിക. ചക്കുളത്ത് ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടക്കുന്നത് തൃക്കാർത്തിക ദിവസത്തിലാണ്. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ഇന്നേ ദിവസം തന്നെയാണ്. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ 3 ദിവസത്തെ വിശേഷ ആഘോഷമാണ് തൃക്കാർത്തികയ്ക്ക്. ഇന്നേ ദിവസം നമ്മൾ ദേവിമാരെ പൂജിക്കുന്നത് വഴി നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഐശ്വര്യം അടുത്ത ഒരു വർഷം വരെ നിലനിൽക്കുന്നതാണ്. പാർവതി ദേവിയുടെയും മഹാലക്ഷ്മിയുടെയും എല്ലാം അനുഗ്രഹമാണ് ഈ പൂജയിലൂടെയെല്ലാം നമുക്ക് ലഭിക്കുന്നത്. ഇന്നേ ദിവസം ദേവീനാമങ്ങൾ കഴിയുന്നതത്ര ചൊല്ലുക, ദേവീക്ഷേത്രങ്ങൾ ദർശിക്കുക. സർവ്വ ഐശ്വര്യം എല്ലാ ഭക്തർക്കും ദേവി നൽകുന്നതാണ്. ദേവിക്ക് അഭിഷേകം നടത്തുക, പൂമാല സമർപ്പിക്കുക, പട്ട് സമർപ്പിക്കുക, ഇതെല്ലാം അത്യുത്തമമാണ്. ലളിതാ സഹസ്രനാമം, മഹാലക്ഷ്മി അഷ്ടകം ഇവയെല്ലാം ചൊല്ലുന്നത് ഇന്നേ ദിവസം അത്യുത്തമമാണ്. സന്ധ്യയ്ക്ക് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ദീപങ്ങൾ കൊളുത്തുന്നത് വഴി അമ്മ മഹാലക്ഷ്മി സർവ്വ ഐശ്വര്യം നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്.